ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അങ്ങനെ ബൾട്ടി മൂവി കണ്ടു. ഒറ്റ വാക്കില് റിവ്യൂ പറയുവാണെങ്കിൽ മാസ്. എനിക്ക് പേഴ്സണലി നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ദ മെയിൻ പോയിന്റ്, ദി മെയിൻ പോസിറ്റീവ് അബൌട്ട് ദി മൂവി ഈസ് ദി ആക്ഷൻ കൊറിയോഗ്രാഫി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആക്ഷൻ കൊറിയോഗ്രാഫി എന്ന് പറയുന്നത് ബിക്കോസ് ഇറ്റ്സ് എൻ ആർട്ട്. നമ്മൾ ആക്ഷൻ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് ദി വ്യൂവേഴ്സ് ഓൾസോ ഷുഡ് ഫീൽ ദാറ്റ് ഇറ്റ്സ് വെരി ഗുഡ്. കാണാൻ നല്ല ഭംഗി ഉണ്ടാവണം. ഒരു സ്റ്റൈലിഷ് മൂവ്, നമുക്ക് കുറച്ച് മാസൊക്കെ ഫീൽ ചെയ്യണം. അപ്പൊ അത് കിഡിലായിട്ടാണ് 4 പേരും ചെയ്തേക്കുന്നത്. എസ്പെഷ്യലി ഷെയ്ൻ നിഗം, ബിക്കോസ് ഷെയ്ൻ നിഗം ഈസ് എ വെരി ഗുഡ് ഡാൻസർ ആസ് യു ഓൾ നോ. അതുകൊണ്ട് പുള്ളിയുടെ ബോഡിക്ക് ആ റിതം നല്ല കറക്റ്റ് ആയിട്ട് വരും. അപ്പൊ ആക്ഷൻ സീൻസ് ഒക്കെ കിഡിലായിട്ട് ചെയ്തേക്കണേ. സ്റ്റോറിയുടെ കാര്യത്തിൽ നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്. ഇറ്റ്സ് നോട്ട് ഔട്ട് ഓഫ് ദി ബോക്സ് സ്റ്റോറി, അങ്ങനെ കൺസെപ്റ്റ് ഒന്നുമില്ല. നമ്മൾ പല സിനിമയിലും കണ്ടിട്ടുണ്ട്. ഒരു റെഗുലർ സ്റ്റോറിയാണ്. ഐ എം നോട്ട് ഗെറ്റിംഗ് ഇൻ ടു ഇറ്റ്, നോട്ട് ബീങ് എ സ്പോയിലർ. പക്ഷേ ഇറ്റ്സ് എ തിയേറ്റർ വാച്ച് മൂവി. ഒരു ബൈലിംഗ്വൽ മൂവി ആയതുകൊണ്ട് തമിഴിലും ഇറങ്ങിയിട്ടുണ്ട്, മലയാളത്തിലും ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ആ തമിഴ് അറ്റ്മോസ്ഫിയറും തമിഴ് മൂവി കാണുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. ഒരു സിനിമാറ്റിക്, ഒരു മാസ്, ഒരു കളർഫുൾ മൂവി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. 4 പേരും കിഡിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പൂർണിമ ഇന്ദ്രജിത്ത് സൂപ്പർ ആയിരുന്നു. സെൽവരാഘവൻ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് വില്ലൻസിന്റെ കൂട്ടത്തില് അൽഫോൺസ് പുത്രനായിരുന്നു. കാണാൻ നല്ല രസമാണ്, നല്ല എക്സ്പ്രഷൻ. നമുക്കൊരു കോമഡി പ്ലസ് ഒരു ഒരു കിഡിലും വില്ലന്റെ ഒരു ഫീൽ നമുക്ക് കിട്ടും. ഓവറോൾ എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. ദാറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. തിയേറ്ററിൽ പോയി കാണണം എന്നാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് ഒരു നല്ല കിഡിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, നല്ല കിഡിലും ആക്ഷൻ സീക്വൻസസ്, നല്ല പാട്ടുണ്ട്. മൊത്തത്തിൽ ഒരു കളർഫുൾ പടമാണ്. ക്ലൈമാക്സിൽ ഒരു 15 to 20 മിനിറ്റ്സ് കിഡിലും സ്റ്റൺസ് ആണ്. സോ എല്ലാവരും പ്ലീസ് ഡു വാച്ച് ഇൻ തിയേറ്റേഴ്സ് ആൻഡ് ലെറ്റ് മീ നോ ഇൻ ദി കമന്റ്സ് ബിലോ. താങ്ക് യു.